നമസ്കാരം, വെൽക്കം ടു വിനേസ് ആൻഡ് ടെക് ക്ലാസ്സസ്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാൻ പോവുകയാണ്. 1/9/2020 നടന്ന കേരള PSC ബോർഡ് മീറ്റിംഗിൽ ഇതിന്റെ നോട്ടിഫിക്കേഷനോട് ബന്ധപ്പെട്ട ഒരു സെറ്റ് നോട്ടിഫിക്കേഷനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പത്രക്കുറിപ്പായിട്ട് കണ്ടിട്ടുണ്ട്. അതിനകത്ത് ആദ്യം കിടക്കുന്നത് കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ നിയമനമാണ്. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ കഴിഞ്ഞ തവണയാണ് ആദ്യമായിട്ട് കേരള PSC PCBA നോട്ടിഫിക്കേഷൻ ഇറക്കിയത്. അതിന് മുന്നേയൊക്കെ മറ്റു രീതിയിലായിരുന്നു PCBയിൽ നിയമനങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. കേരള PSC ആദ്യമായിട്ട് കഴിഞ്ഞ തവണ ഇറക്കി. അതിനകത്ത് ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ വട്ടത്തെ നോട്ടിഫിക്കേഷനിൽ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ക്വാളിഫിക്കേഷനകത്ത് BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗും BTech ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. കൂടാതെ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗിന്റെ കാര്യം പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കോഴ്സ് BTech ഇൻ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് കേരളത്തിൽ എവിടെ ഇല്ല, നമ്മുടെ അറിവിൽ പുറത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ അതും ഇതിന്റെ ക്വാളിഫിക്കേഷൻ അത് വരുന്നതാണ്. കൂടാതെ MTech ഇൻ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് ഒരു പ്രിഫറൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ മാർക്ക് എക്സ്ട്രാ കിട്ടുമെന്നാണോ? അല്ല. കഴിഞ്ഞ തവണ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഉദ്യോഗാർത്ഥികൾക്ക് സെയിം മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആർക്കാണോ നമ്മുടെ MTech എൻവയോൺമെന്റ് ഉള്ളത് അവർക്ക് മുകളിൽ പോകാം. ആ ഒരു പ്രിഫറൻസ് ആണ് കഴിഞ്ഞ തവണ തന്നെ അത് കണ്ടിരിക്കുന്നത്. അല്ലാതെ മറ്റ് എക്സ്ട്രാ മാർക്കുകളോ ഒന്നും തന്നെ എവിടെയും കണ്ടിട്ടില്ല. സോ അതിന്റെ ക്വാളിഫിക്കേഷൻ ഇതാണ്, BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BTech ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ്. നമ്മുടെ കഴിഞ്ഞ തവണ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കോഴ്സ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് PSC വിളിച്ച സമയത്ത് സിലബസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അതിന്റെ കെമിക്കൽ ടോപ്പിക്കുകളും സിവിൽ ടോപ്പിക്കും എല്ലാം തന്നെ കവർ ചെയ്തൊരു കോഴ്സ് ഉണ്ടായിരുന്നു. സിലബസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കംപ്ലീറ്റ് സിലബസ് ഓറിയന്റഡ് ക്ലാസ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ തവണ പ്രൊവൈഡ് ചെയ്ത കോഴ്സിൽ നിന്ന് ഈ കാണുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ AE ആയിട്ട് ജോലി ചെയ്യുന്നവരാണ്. റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടവർ മാത്രമല്ല, ഇപ്പൊ നിലവിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇതിനകത്ത് 1-2 പേര് AP കെമിക്കലായിട്ടും AE ആയിട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പോലും ഇവരെല്ലാം നമ്മുടെ സ്റ്റുഡൻസ് ആണ്. അവർ കഴിഞ്ഞ വട്ടത്തെ എക്സാമിൽ വഴി നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നേടിയവരാണ്. ഇതിനകത്ത് തന്നെ കെമിക്കലുകാരാണ് നമ്മുടെ സിവിലുകാരുണ്ട്, കെമിക്കലുകാരാണ് ഷിബിനി P, അജിത് ബാബു CR. നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് ക്വാളിഫിക്കേഷൻ സിലബസ് ഒരുപാട് സിവിൽ അല്ലേ, എങ്ങനെ കെമിക്കലുകാർ പഠിക്കുമെന്നൊക്കെ തോന്നലുണ്ടാവും. കെമിക്കൽ ആർക്കും പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ, സിവിൽ ആർക്കും പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതിന്റെയൊക്കെ ഉദാഹരണമാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിലുള്ള കെമിക്കലാരും സിവിലാരും. അതുപോലെ തന്നെ ഈ ഷിബിന്റെയും അതുപോലെ തന്നെ നമ്മുടെ അജിത് ബാബുവിന്റെ ഒക്കെ കെമിക്കൽ സ്റ്റുഡൻസിന്റെ ഒക്കെ തന്നെ ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് പിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ എങ്ങനെയാണ് സിവിലൊക്കെ പഠിച്ചെടുത്തത്, അല്ലെങ്കിൽ അവർ എന്തൊക്കെയാണ് എഫേർട്ട് ഇട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നിങ്ങളൊരു കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥിയാണെങ്കിൽ സിവിൽ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിച്ചു നോക്കുക, നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇത് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിലബസിനകത്ത് സിവിലും കെമിക്കലുമാണ് വരുന്നത്. ആ സിലബസിന്റെ ഒരു 90% കണ്ടന്റുകളും അടുത്തായിട്ട് വിളിക്കാൻ പോകുന്ന കേരള വാട്ടർ അതോറിറ്റി AEക്കകത്തുള്ളതാണ്. എക്സ്ട്രാ കുറച്ച് മെക്കാനിക്കൽ പഠിച്ചാൽ വാട്ടർ അതോറിറ്റി സിലബസ് കവർ ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഈ എക്സാം വിട്ടുകളയരുത്. കെമിക്കലുകാർ നിർബന്ധമായിട്ട്, കെമിക്കലുകാർക്ക് ഒരുപാട് PSC എക്സാം വരുന്നതല്ല, കൃത്യമായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ സിവിലുകാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സിവിലൊക്കെ പഠിച്ച് സെറ്റായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കെമിക്കൽ ഉള്ളി കോഴ്സാണ് വേണ്ടതെങ്കിൽ അതും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. വിനേസ് എഡ്യൂടെക് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സുകൾ കണ്ടു നോക്കാം. ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ക്ലാസ് ഒക്കെ കണ്ടു നോക്കണം, ഡെമോ ക്ലാസ് കണ്ടു നോക്കണം. എങ്ങനെയാണ് ക്ലാസ്? നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോ റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും. റെക്കോർഡർ സെഷൻസ് ആയിട്ടും അതിന്റെ നോട്ട്സ് ആയിട്ടും എക്സാംസ് ആയിട്ടും MCQ ഡിസ്കഷൻസ് ആയിട്ടൊക്കെ തന്നെ നമ്മുടെ ആപ്പിൽ ക്ലാസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. ആ സ്റ്റഡി പ്ലാൻ പ്രകാരം നമ്മൾ ഓരോ ടോപ്പിക്ക് പഠിക്കാൻ പറയും. ആ ടോപ്പിക്കിന്റെ എക്സാമുകൾ ഉണ്ടാവും, അതിന്റെ MCQ ലൈവ് സെഷൻസ് ഉണ്ടാവും. ഇൻ കേസ് ലൈവ് മിസ്സായി കഴിഞ്ഞാൽ ലൈവിന്റെ റെക്കോർഡിങ്സും നമ്മുടെ ആപ്പിൽ കിട്ടുന്നതായിരിക്കും. അപ് ടു എക്സാം വരെയാണ് നിങ്ങൾക്ക് കോഴ്സിന്റെ വാലിഡിറ്റി വരുന്നത്. നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ കണ്ടു നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റി AE എക്സാമിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ നമ്മൾ നമ്മുടെ ആപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ കെമിക്കൽ മാത്രം മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ മാത്രം മതി, അല്ലെങ്കിൽ കംപ്ലീറ്റ് കോഴ്സ് വേണം, അതുപോലെ തന്നെ AE PWD, AE വാട്ടർ അതോറിറ്റി, AE PCB പറഞ്ഞ കോംബോ കോഴ്സ് വേണം, എല്ലാ ഫെസിലിറ്റിയും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കോഴ്സ് ചൂസ് ചെയ്യാനുള്ള പ്ലാൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിലും ക്ലാസ് കണ്ടു നോക്കണമെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.